ലോട്ടറി ക്ഷാമം പരിഹരിക്കാനാണ് മുഖവില 50 രൂപയാക്കി വർദ്ധിപ്പിച്ചതെന്ന വാദം നീതിക്കും യുക്തിക്കും നിരക്കുന്നതല്ലെന്ന് കേരള ലോട്ടറി ട്രേഡേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാബു. ലോട്ടറി ക്ഷാമം പരിഹരിക്കാൻ അന്യസംസ്ഥാനത്തേക്കുള്ള ലോട്ടറി കടത്ത് തടയുകയും സീരീസ് വർദ്ധിപ്പിക്കുകയും വേണമെന്നും സി ബാബു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടിക്കറ്റ് ക്ഷാമം പരിഹരിക്കേണ്ടത് സീരീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാവണം. ലോട്ടറി ലോബികൾ, അന്യസംസ്ഥാന ചൂതാട്ടക്കാർ എന്നിവർക്ക് ടിക്കറ്റ് മറിച്ചു വിൽക്കാതിരുന്നാൽ തന്നെ ടിക്കറ്റ് ക്ഷാമം പരിഹരിക്കാനാവും. അംഗപരിമിതർ, ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഭിന്നശേഷിക്കാർ, വിധവകൾ, വയോജനങ്ങൾ തുടങ്ങിയവരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് നിലവിലെ ലോട്ടറി നയം. സമ്മാനം വർദ്ധിപ്പിച്ചു എന്ന പ്രചരണം തട്ടിപ്പാണ്. ഇത്രയും കാലം അടിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം മാത്രം. ഇന്നലെ മുതൽ ആഴ്ചയിൽ 7 ദിവസവും ടിക്കറ്റിൻ്റെ മുഖവില 50 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ടിക്കറ്റിൻ്റെ വില വർദ്ധിപ്പിക്കാൻ പറയുന്ന കാരണം ലോട്ടറി ക്ഷാമം പരിഹരിക്കുക എന്നാണ്. അതുതന്നെ കഴിഞ്ഞ കുറേ കാലമായി ആളുകളെ പറ്റിക്കുന്ന രൂപത്തിൽ ഗീബൽ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുന്നത്. ലോട്ടറി ക്ഷാമം എന്നത് കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കപ്പെട്ട ഒന്നാണ്. അതിന് പ്രധാനമായ കാരണം 30 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ എല്ലാ ദിവസവും തമിഴ്നാട്ടിലേക്ക് കടത്തപ്പെടും. അത് നിർബന്ധമായി കണ്ടെത്തി ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി കഴിയും. 10,000-ന് മുകളിൽ ടിക്കറ്റ് എടുക്കുന്ന ഓരോ ഏജൻസി ആർക്കെല്ലാമാണ് ടിക്കറ്റ് കൊടുക്കുന്നത് എന്ന് ഗവൺമെൻറ് തലത്തിൽ മോണിറ്ററിംഗ് നടത്തിയാൽ ഇത് കണ്ടെത്താൻ കൂടി എളുപ്പത്തിൽ കഴിയും. സമ്മാനത്തുക വർദ്ധിപ്പിച്ചെങ്കിലും എണ്ണം കുറയ്ക്കുകയാണ് ചെയ്തത്. ഒരു കുടുംബത്തിലെ തന്നെ നിരവധി പേരും ബിനാമികളും. ഉദ്യോഗസ്ഥ ലോബിയുടെ സഹായത്തോടെ ഏജൻസി എടുക്കുന്നത് സാധാരണക്കാർ തഴയപ്പെടുകയാണ്. ലോട്ടറി ക്ഷേമനിധിയിൽ നിന്ന് 7.5 കോടി രൂപയാണ് ഉദ്യോഗസ്ഥർ അടിച്ചുമാറ്റിയത്. ഇതിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഒരു വിലാസവുമില്ലാത്തവർക്ക് പോലും ലോട്ടറി ഏജൻസി ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. നിയമവിരുദ്ധമായ ഓൺലൈൻ വിൽപ്പന നടക്കുമ്പോൾ തന്നെ വ്യാജ പ്രിന്റിങ്ങും വിൽപ്പനയും തകൃതിയായി നടക്കുന്നതും തടയണം. ജില്ലാ ലോട്ടറി ഓഫീസുകളിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നത്. കേരളത്തിന്റെ വരുമാനമാർഗമായ ലോട്ടറി മേഖലയെ തകർക്കുന്ന നയം പിൻവലിച്ചില്ലെങ്കിൽ AITUC സമരത്തിനിറങ്ങുമെന്നും സി ബാബു പറഞ്ഞു. AITUC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ, ജില്ലാ പ്രസിഡന്റ് M ഹരിദാസ്, സുനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.